എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നാടൻ പലഹാരമാണിത്. ചായക്കടകളിൽ കിട്ടുന്ന മടക്ക് നമുക്ക് വീട്ടിലും നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇത് കണ്ടോ, എൻ്റെ ലെയറെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഇതിന് മടക്കെന്ന് പറയുന്നത്. രണ്ട് കപ്പ് മൈദയാണ് ഞാൻ ഇതിനെടുത്തിരിക്കുന്നത്. കൂടെ അരക്കപ്പ് വറുത്ത അരിപ്പൊടി. ഇത് പാരപ്പൊക്കെ ഉണ്ടാക്കുന്ന വറുത്ത അരിപ്പൊടി. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് പരത്താനായിട്ട് അരിപ്പൊടിയിലാണ് ഇത് പരത്തിയെടുക്കുന്നത്. പിന്നെ ഇതിനൊരു മഞ്ഞ കളർ വരുമല്ലോ നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുമ്പം, അതിന് ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം മഞ്ഞ കളർ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഉപ്പ്, പിന്നെ ഈ പലഹാരത്തിന് ഒരു മധുരം വേണമല്ലോ, പഞ്ചസാരപ്പാനിയിൽ ഇത് മുക്കിയെടുക്കുവാണല്ലോ, അതിന് ഞാൻ അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. വറക്കാൻ വെളിച്ചെണ്ണ, വെള്ളം, ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. കൂടെ തന്നെ കളറിനുള്ള മഞ്ഞൾപ്പൊടിയും ചേർക്കുക. ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ഇത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെയാണ് കുഴയ്ക്കുന്നതെങ്കിലും വെള്ളം കൂടിപ്പോകരുത്, നല്ല ടൈറ്റായിട്ടിരിക്കണം. അതിന് വെള്ളം കുറേശ്ശെ ചേർത്ത് വേണം കുഴയ്ക്കാൻ. ഞാനിപ്പോൾ ഒരു അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് നമ്മൾ എന്തോരം വെള്ളമാണെങ്കിലും അത് കുറേശ്ശെ ചേർത്ത് വേണം അതിൻ്റെ അരിവിൽ കുഴച്ചെടുക്കാൻ. അരക്കപ്പ് വെള്ളം കൂടി എടുത്തിട്ടുണ്ട്. ഇതൊട്ടും ലൂസായി പോകരുത്, നല്ല ടൈറ്റിൽ തന്നെ കുഴച്ചെടുക്കണം. ഇത് മതി. ഇതിനകത്ത് വെള്ളം കണ്ടോ, ഇതുപോലെ ഇരിക്കണം. ഇപ്പം ഞാൻ അരക്കപ്പ് വെള്ളം കഴിഞ്ഞ് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ടുള്ളത്. ഇതിനകത്ത് അല്പം എണ്ണ ചേർക്കാം. ഇത് ഞാൻ വറക്കുന്നത് വെളിച്ചെണ്ണയിലാണ്, അതുപോലെ ഇതിൻ്റെ അകത്ത് പുരട്ടുന്നതും വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യോ സൺഫ്ലവർ ഓയിലോ ഏത് വേണേലും ചേർക്കാം. ഇത് നമുക്കൊരു 10 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വെക്കാം. പാനിയാക്കാനുള്ള പഞ്ചസാര ഒന്ന് കുതിർത്ത് വെക്കണം, അതായത് വെള്ളം ഒഴിച്ച് വെക്കണം. പാനിയാക്കുന്ന പാത്രത്തിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്, ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. ഇത് കുതിരാനായിട്ട് ഇതൊന്ന് അടച്ചു മാറ്റി വെക്കാം. ഇപ്പം ഇത് 10 മിനിറ്റ് മാറ്റി വെച്ചിരുന്നാണ്. ഇനി നമുക്കിത് ഒരേപോലെയുള്ള ബോൾസ് ആക്കി എടുക്കാം. എനിക്ക് കിട്ടിയിരിക്കുന്നത് 4 ബോൾസാണ്. ഇനി ഇത് ഓരോ ബോൾസായിട്ടൊന്ന് പരത്തിയെടുക്കണം. അതിനാണ് അരിപ്പൊടി ഉപയോഗിക്കുന്നത്. റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അവർ വലിയ ഷീറ്റായിട്ട് വലുതായിട്ട് പരത്തി എടുത്തിട്ട് മടക്കിയെടുക്കും. നമ്മളിപ്പം വീടുകളിൽ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇത് ഒത്തിരി കനം വേണ്ട, എന്നാൽ തീരെ കനം ചപ്പാത്തി പോലെ തീരെ കനം കുറയുകയും വേണ്ട. അപ്പം ഈ കനത്തിൽ ഇതുപോലെ പരത്തി വെച്ചിട്ടുണ്ട്. ഈ ബാക്കി എല്ലാം നമുക്ക് ഇതുപോലെ പരത്തി വെക്കാം. ഇപ്പം എല്ലാം ഇതുപോലെ ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ തൂത്ത് കൊടുക്കാം. ലെയറായിട്ട് വിട്ട് കിട്ടാനാണ് ഇങ്ങനെ എണ്ണയും പൊടിയും ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് എണ്ണ തൂക്കണം. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് അരിപ്പൊടി തൂക്കി കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന എടുത്ത് വെച്ച് കൊടുക്കണം. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ തൂക്കി കൊടുക്കണം. അതിലേക്കും കുറച്ച് പൊടിയിട്ട് കൊടുക്കണം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇത് 4-മത്തതാണ്. ഇനി ഇതിൻ്റെ മുകളിൽ പൊടി തൂകോ ഒന്നും വേണ്ട. ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. പരത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം പൊടി തൂക്കി കൊടുത്താൽ മതി. ഇതൊന്ന് കുറച്ച് നീളത്തിൽ വേണം പരത്തിയെടുക്കാൻ.
ഇതുപോലെ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് പരത്തണേ. എല്ലാ സ്ഥലവും ഒരുപോലെ കെട്ടി വരണം, അല്ലാതെ ഒരു സ്ഥലത്ത് കൂടി കെട്ടിയിരിക്കരുത്. ഇപ്പം ഇത് പരത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ മീതെ ഇതുപോലെ പൊടിയിട്ട് കൊടുക്കുക. ഇനി ഇത് ഇതുപോലെ മടക്കിയെടുക്കണം. ഇതുപോലെ ചെയ്യണം, ഇതുപോലെ ചെയ്യണം. ഇനി ഇത് ഇതുപോലെ ഇങ്ങോട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ രണ്ടറ്റം ഷേപ്പല്ലല്ലോ, അതുകൊണ്ടൊന്ന് മുറിച്ച് മാറ്റാം. ഇനി ഇത് ഏകദേശം നമുക്ക് എന്തോരം വലിപ്പം വേണോ ആ വലിപ്പത്തിൽ ഇതുപോലെ മുറിച്ച് വെക്കാം. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇത് ഓരോന്നും വീണ്ടും നീളത്തിൽ പരത്തണം. ഇത് നമ്മൾ ഇതുപോലെ ഈ വശത്തല്ല, ഇവിടെ തന്നെ നമ്മൾ മടക്കി വെച്ച ആ വശമില്ലേ, ഇതിങ്ങനെ ലെയറായിട്ട് വരുന്നതാണ്. ഇവിടെ തന്നെ വീണ്ടും ഇത് ഒട്ടിപ്പിടിക്കുവാണെങ്കിൽ അല്പം പൊടി തൂത്ത് തന്നെ പരത്തണം. നമുക്ക് ഏത് വലിപ്പത്തിൽ വേണോ, നമ്മൾ ഏത് പാത്രത്തിൽ ഇത് ഉണ്ടാക്കുന്നോ വറുത്തെടുക്കുന്നോ അതിൻ്റെ വലിപ്പം അനുസരിച്ച് നീളം കൂട്ടിയോ കുറച്ചോ ഒക്കെ നമുക്കിത് പരത്തിയെടുക്കാം. ഇതിപ്പോൾ മുഴുവൻ ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു മീഡിയം ഫ്ലെയിമിലാക്കണം. മീഡിയം ഫ്ലെയിമിലാക്കി കഴിഞ്ഞ് ഇത് പിന്നെ ഇത് കുറച്ച് വെക്കണം. കാരണം എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ അകമൊക്കെ ഒന്ന് വെന്ത് വരണം. ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് അകം വേകാതെ പുറം അങ്ങോട്ട് കരിഞ്ഞു പോകും. ഇതുപോലെ പൊങ്ങി വരാൻ തുടങ്ങുമ്പം വേണം ഇത് മറിച്ചിടാനായിട്ട്. ഇത് കണ്ടോ, ഇനി നമുക്ക് ഓരോന്നും മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുമ്പോഴത്തേക്കും കഴിവതും മഞ്ഞൾപ്പൊടി തന്നെ ചേർക്കാൻ നോക്കുക, ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കാതെ. ഹോട്ടലുകാർക്ക് അവർക്ക് കളറിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ആർട്ടിഫിഷ്യൽ കളർ ചേർത്തുണ്ടാക്കുന്നത്. അന്നേരം കുറച്ചുകൂടെ മഞ്ഞ കളർ കിട്ടും. പക്ഷേ ഹെൽത്തി ആയിട്ട് നമുക്ക് വീടുകളിൽ ഉണ്ടാക്കുമ്പോൾ മഞ്ഞൾപ്പൊടി മാത്രം ചേർത്തുണ്ടാക്കുക. ഉണ്ടോ, ഇതുപോലെ കണ്ടോ, ഇതുപോലെ ലെയറൊക്കെ തിരിഞ്ഞ് വരുന്നത് കണ്ടോ. ഇനി നന്നായിട്ട് ഈ തീയിൽ കിടന്ന് ഇത് മുരിഞ്ഞു വരണം. അവധിക്കാലത്തെ കുട്ടികളൊക്കെ വീട്ടിലിരിക്കുമ്പം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു നാടൻ പലഹാരമാണ്. അപ്പം ഇത് കളറ് മാറി വന്നിട്ടുണ്ട്, നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. നാടൻ പലഹാരമായ മടക്ക് റെഡിയായി. ഇത് എണ്ണ വലിഞ്ഞു പോകാനായിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പഞ്ചസാര നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് പാനിയാക്കി എടുക്കണം. ഇപ്പം ഇത് ഹൈ ഫ്ലെയിമിൽ വെക്കാം. പഞ്ചസാരയൊന്ന് നന്നായിട്ട് അലിഞ്ഞ് ചേരണമല്ലോ, അതുകൊണ്ട് ഇത് പതഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇത് തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കണം. ഇത് നന്നായിട്ട് പതയാൻ തുടങ്ങി. നമുക്ക് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കാം. അപ്പം ഉണ്ടോ, ഇങ്ങനെ നോക്കിയാൽ തന്നെ നമുക്കറിയാം ഒന്നായിട്ട് ഉണ്ടോ ഇങ്ങനെ വീഴുന്നത്. ഇനി അങ്ങനെയും മനസ്സിലായില്ലെങ്കിൽ ഇത് കയ്യത്തൊട്ടിട്ട് ഉണ്ടോ ഇങ്ങനെ ഒരു നൂലായിട്ട് വലിയുന്നുണ്ടോ, അങ്ങനെയാകാവുള്ളത്. ഇത് ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഈ ചൂടോടുകൂടി തന്നെ ഓരോ മടക്കും എടുത്ത് ഇതിലേക്ക് ഇങ്ങനെ പഞ്ചസാര ലൈനിലിട്ട് ഇങ്ങനെ പൊട്ടിപ്പോകാതെ ഇങ്ങനെ എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതുപോലെ നമുക്ക് മുഴുവനും ഇങ്ങനെ പഞ്ചസാരപ്പാനിയിൽ ഇട്ടിട്ടെടുക്കാം. ചായക്കടകളിൽ കിട്ടുന്ന മടക്ക് നമുക്ക് വീട്ടിലും നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ആ മടക്ക് റെഡിയായി. ഇനി ഇത് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് മടക്കെന്നാണ് പറയുന്നത്. നിങ്ങളുടെയൊക്കെ നാടുകളിൽ എന്താ പേരെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ.
പല സ്ഥലങ്ങളിലും പല പേരുകളാണ് ഇതിന് പറയുന്നത്. ഇത് കണ്ടോ, അതിൻ്റെ ലെയറെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഇതിന് മടക്കെന്ന് പറയുന്നത്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നാടൻ പലഹാരമാണിത്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.